നോമ്പ് ചിന്ത 38-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഓരോ കാലവും ആ കാലത്തിൻ്റെ പ്രത്യേകത കാണിച്ച് കടന്നുപോകും. അതിലെ ഏതെങ്കിലും ആകർഷണീയതകളിൽ മനസ്സ് കുടുങ്ങിപ്പോയാൽ, ആ ലോകം നമ്മൾ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം പ്രസക്തമാകും. ജഡമോഹങ്ങളായിരിക്കാം പലപ്പോഴും ആളുകളെ കുഴപ്പങ്ങളിൽ വീഴ്ത്തുക. ലോകമോഹങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവരിൽ പിന്നീട് ഒരു ആധ്യാത്മിക ജഡത്വം അനുഭവപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടാണ് ബൈബിൾ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. 1 യോഹന്നാൻ 2:17. ഓരോ കാലത്തിനും ഓരോ മോഹങ്ങളാണ്. ശാശ്വതമായ മോഹങ്ങൾ നമുക്ക് തരാനില്ലെന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു ദാരിദ്ര്യം. അതുകൊണ്ടാണ് ഈശോ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, യോഹന്നാൻ 4:13 എന്ന് പറയുന്നത്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു. അതായത് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, പരിഹാരവും അവിടുന്ന് നിർദ്ദേശിക്കുന്നു. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ്റെ സുവിശേഷം 7:37. ഈശോ പകരുന്ന ജലം അത് ജീവജലത്തിൻ്റെ അരുവികളിലേക്ക്, ഹൃദയത്തിൽ അഭിഷേകം നിറയുമ്പോൾ ഉണ്ടാകുന്ന ആത്യന്തികമായ തൃപ്തിയിലേക്ക് നയിക്കുന്നതാണെന്ന് ചുരുക്കം. കാലത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിയ വീഴ്ചകൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനും യഥാർത്ഥ നീരുറവയായ ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിൽ പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനാകാനുമുള്ള ഒരു സമയമാണ് നോമ്പുകാലം. കാലമുയർത്തുന്ന ഈ വെല്ലുവിളിയെ ധൈര്യപൂർവ്വം നമുക്ക് ഏറ്റെടുക്കാം.